അമ്മ ഇതൊക്കെ സ്വർണ്ണമാണ്. സ്വർണ്ണം പോലും അത് നീ പറഞ്ഞാൽ പാടില്ല. മൊഴിയുണ്ട്. കുഞ്ഞിനെ ഇത് ഇഷ്ടമല്ലല്ലോ. ഞാൻ ഉപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. ഓരോരുത്തർക്ക് അവരോരോ ഇഷ്ടത്തിന് വെച്ച് വിളമ്പാനുള്ള വകയൊന്നും ഇവിടെ ഇല്ല. ആരും കൊണ്ടുവന്നിട്ടുമില്ല. വേണമെങ്കിൽ ഇവിടെ എന്തുണ്ടാക്കുന്നോ അത് കഴിച്ചോണം. അല്ല, കുഞ്ഞെവിടെ പോയി? ഞാൻ ഇതാ വയ്ക്കോ. അശോ, എന്റെ മോളെങ്ങനെ പണങ്ങിയിരിക്കുന്നത്? അമ്മ തമാശ പറഞ്ഞതല്ലേ, വിശന്നിരിക്കരുത്. ഇത് കഴിക്കുമോളെ. എനിക്ക് വിശക്കുന്നില്ല. അത് പറഞ്ഞാൽ ഈ അമ്മ സമ്മതിക്കത്തില്ല. ദാ എന്റെ മോൾ ഇത് കഴിക്ക്. എനിക്ക് വേണ്ടഞ്ഞിട്ടമ്മേ. കുമാറിന്റെ പാചകമായതുകൊണ്ടാണോ? സാരല്ല, നാളെ മുതൽ അമ്മ തന്നെ വെച്ച് വിളമ്പിത്തരാം. എന്റെ മോൾ ഇത് കഴിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല അമ്മേ. പഞ്ചസാര ഇടണോ? പാലൊഴിക്കണോ? കഴിക്കണേ, കഴിക്കാനാണ്. പ്രിയപ്പെട്ട ഭർത്താവ് വരുമ്പോ പറഞ്ഞു കൊടുക്ക്. എന്നെ പറഞ്ഞു കൊടുക്ക്. ചോദിക്കാനോ ഇങ്ങോട്ട് വരട്ടെ. മോളെ കൊണ്ടാണോ ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? അല്ലാതെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. മതി മതി മതി, ഒന്നും പറയണ്ടപ്പോ. കൈയും മുഖം ഒക്കെ അഴുക്കായി. വാ, അമ്മ കഴുകി തരാം. വാ. മോൾ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യാൻ പോകുന്നത്? പറഞ്ഞാ പോരെ, അമ്മ ചെയ്തു തരില്ലേ? ഇനി വേഗം ഈ ജോലി ഒന്നും ചെയ്യരുത് കേട്ടാ. വേലയ്ക്ക് നിർത്താൻ ഒരിക്കലും ഇവിടെ കിട്ടാനില്ല മോളെ. ആ കുമാറിനെ അയച്ച് അരക്കാരൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ പോരെ. മോളിങ്ങോട്ട് മാറ്, ഞാൻ നനച്ചുതരാം. വേണ്ടമ്മേ, 1-2 ബ്ലൗസ്. നീ ഇങ്ങോട്ട് മാറ്, ഞാൻ നനച്ചുതരാന്ന് പറഞ്ഞില്ലേ. അയ്യോ അമ്മേ, ഞാൻ എന്താണ് ചെയ്തത്? അവളുടെ ഒടുക്കത്തെ ഒരു കഴിവില്ല. അമ്മേ, ഒന്നും കഴിക്കാതെ ഇങ്ങനെ കിടന്നാലോ?
എനിക്കിന്നെന്തോ വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ ഈ മോള് സമ്മതിക്കില്ല. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ മോളെ? അമ്മയോട് പിണക്കണോ? മോൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇത് ഉപ്പുമാവാ, അമ്മയ്ക്ക് ഇഷ്ടല്ലേ? അച്ഛനെ കുമാരന്റെ ഭാര്യ ആയതുകൊണ്ടാണോ? അമ്മ വിഷമിക്കണ്ട, നാളെ മുതൽ ഈ മോൾ എന്നെ പാചകം ചെയ്തു തരാം. കഴിക്കൂ അമ്മേ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? പഞ്ചസാര ഇടണോ? പാലൊഴിക്കണോ? അച്ഛനെ കഴിക്കാൻ കഴിക്കാൻ ഒപ്പിടില്ല. കഴിക്കാൻ കഴിക്കാനാ പറഞ്ഞത്. എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞില്ലേ? കഴിക്കാനില്ല. കഴിക്കാൻ. അയ്യോ കഴിക്കാൻ. എനിക്ക് വേണ്ട. കഴിക്കാൻ വേണ്ട. എനിക്കെന്ത് പറ്റി? അയ്യോ, ഞാൻ എന്തൊക്കെയാ ചെയ്തത്? ആരെ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്? അവളുടെ ഒരു പ്രാർത്ഥന. നിർത്തണി നിന്റെ കള്ളപ്രാർത്ഥന. എല്ലാരും കുറിച്ചു നോക്കുന്നത് നിന്റെ കണ്ണിനെ പറഞ്ഞിടത്തളി.
എന്നെ കൊല്ലല്ലേ, 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 अच्छा अम्मे अम्मे अम्मणी अम्मे രാധയാണെന്ന് പറഞ്ഞില്ലേ? നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. നിന്റെ കാല് പിടിച്ച് ഞാൻ പറയാം. പ്ലീസ്. അന്ന് അവളും അതിന് തയ്യാറായിരുന്നു. എന്റെ അമ്മയായിരുന്നു അതിനൊക്കെ കാരണം. അതന്നും അറിയാമായിരുന്നില്ലേ? എനിക്ക് മാപ്പ് കൊടുത്തേ. രാധയ്ക്ക് നിങ്ങൾ അന്ന് മാപ്പ് കൊടുത്തില്ല. അമ്മണിക്ക് ഇനി ആരും ഉണ്ടാവില്ല. ആ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും. രാധയുടെ വയറ്റിൽ നിന്റെ അനിയന്റെ കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിന് വേണ്ടി അവർ യാചിച്ചിരുന്നു. അന്ന് നീ അത് ഓർത്തില്ല. അന്ന് നീ ഓർത്തില്ല. എന്റെ രാധയെന്ന് എങ്ങനെ മരിച്ചു എനിക്കറിയണ്ടേ? വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. വേണ്ട വേണ്ട വേണ്ട.